ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെംസ് അബ്രോഡ്. ഒരു ബയോ കെമിസ്റ്റിന് എങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 2026 ലേറ്റസ്റ്റ് റൂളും PR പ്രോസസ്സും വളരെ സിമ്പിളായി ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആയാലും വർക്കിംഗ് പ്രൊഫഷൻ ആയാലും 2026 ഓസ്ട്രേലിയൻ PR സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യരുത്. വൈ ചൂസ് ഓസ്ട്രേലിയ ഇൻ 2026? ഓസ്ട്രേലിയൻ സയൻസ് പ്രൊഫഷണൽസിന്, പ്രത്യേകിച്ച് ബയോ കെമിസ്റ്റിന് ഹൈ ഡിമാൻഡ് ആണ്. ഹൈ സാലറി, PR ബെനിഫിറ്റ്സ്, ഫാമിലിയുമായി സെറ്റിൽ ചെയ്യാനുള്ള അവസരങ്ങൾ 2026 മൈഗ്രേഷൻ പ്രോഗ്രാമിൽ കൂടുതലായി ഉണ്ട്. ഹു ഇസ് ബയോകെമിസ്റ്റ്? മൈഗ്രേഷൻ പ്രോസസ്സിൽ ബയോകെമിസ്റ്റിന് വരുന്നത് ആൻസ്കോ കോഡ് 234513 ആണ്. നമ്മുടെ സ്കിൽ അസസ്മെന്റ് ചെയ്യുന്നത് വെറ്റാസസ് അതോറിറ്റി ആണ്. യൂണിറ്റ് ഗ്രൂപ്പ് ലൈഫ് സയൻറ്റിസ്റ്റിൽ പെടുന്നത് കൊണ്ട് ഇതിന് നല്ല പ്രയോറിറ്റിയാണ് കിട്ടുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. സ്കിൽഡ് മൈഗ്രേഷന് നിങ്ങൾക്ക് ബയോകെമിസ്റ്റ് റിലേറ്റഡ് ഡിഗ്രി ആണ് വേണ്ടത്. ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് ഓർ PhD അക്സെപ്റ്റ് ചെയ്യും. കോഴ്സിലെ സബ്ജക്ട് ബയോകെമിസ്ട്രി റോളിന് ഹൈ റെലവൻ്റ് ആയിരിക്കണം എന്നത് വളരെ നിർബന്ധമാണ്. വർക്ക് എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ്സ്. ഡിഗ്രി കഴിഞ്ഞ് മിനിമം 1 year റെലവൻ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്കിൽ അസസ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലേ നമുക്ക് പോസിറ്റീവ് ഔട്ട്കം കിട്ടും. More experience means more points for your PR application. Skill assessment VETASES. ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിൽ അസസ്മെൻ്റ് ആണ്. ഇവിടെ നമ്മളുടെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സും നമ്മളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സും വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ 2026 പ്രോസസ്സിംഗ് ഫാസ്റ്റ് ആക്കാനായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം പെർഫെക്റ്റ് ആക്കിക്കോളൂ. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ്. ഇംഗ്ലീഷിൻ്റെ സ്കോറ് മൈഗ്രേഷൻ PR പോയിന്റ്സ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. PT-യിൽ 79+ സ്കോർ എടുത്താൽ നമുക്ക് സ്ട്രെയിറ്റ് അവേ 20 പോയിന്റ്സ് മൈഗ്രേഷൻ ആപ്ലിക്കേഷന് കിട്ടും. പ്രൊഫഷൻ ലെവൽ സ്കോർ എടുത്താൽ 10 പോയിന്റ്സും മൈഗ്രേഷന് കിട്ടും. എത്രത്തോളം സ്കോർ കൂട്ടിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മുടെ മൈഗ്രേഷന് ഇത് വളരെ നല്ലതാണ്. ഓസ്ട്രേലിയ പോയിന്റ് സിസ്റ്റം 2026. ഓസ്ട്രേലിയയിൽ ഇൻവിറ്റേഷൻ കിട്ടാൻ മിനിമം 65 പോയിന്റ്സ് ആണ് വേണ്ടത്. ബട്ട് കോമ്പറ്റീറ്റീവ് ആവാനായിട്ട് 85 to 95 പോയിന്റ്സ് റേഞ്ചിൽ റീച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്കിലാണ് പെട്ടെന്ന് ഒരു ഇൻവിറ്റേഷനിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് EOI. സ്കിൽ അസസ്മെൻറ്റ് പോസിറ്റീവ് ഔട്ട്കമും ഇംഗ്ലീഷ് ടെസ്റ്റും ക്ലിയർ ആയാൽ സ്കിൽ സെലക്ട് പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്ത് EOI സബ്മിറ്റ് ചെയ്യണം. ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിനെ നമ്മുടെ ഇൻട്രസ്റ്റ് അറിയിക്കുന്ന ഒരു സ്റ്റെപ്പാണ് EOI. EOI സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രോവിൻസ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇതിൽ തരുന്നുണ്ട്. ഇൻവിറ്റേഷൻ ടു അപ്ലൈ. നിങ്ങളുടെ പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഗവൺമെൻറ് ഇൻവിറ്റേഷൻ ചെയ്യുന്നത്. ഇൻവിറ്റേഷൻ കിട്ടിയാൽ 60 ഡേയ്സിനുള്ളിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. വിസ ഓപ്ഷൻസ് ഫോർ ബയോകെമിസ്റ്റ്. ക്ലാസ് 189, 190, 491. ഈ 3 വിസ കാറ്റഗറീസ് ആണ് മെയിനായിട്ട് PR പാത്വേ ആയിട്ട് ഉള്ളത്. 189 ഇൻഡിപെൻഡൻറ്റ് PR ആണ്. 190-ൽ സ്റ്റേറ്റ് നോമിനേഷൻ കിട്ടിയാൽ എക്സ്ട്രാ 5 പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലാസ് 491 ഒരു റീജിയണൽ വിസയാണ്. ഇതിലൂടെ 50 പോയിന്റ്സ് എക്സ്ട്രാ കിട്ടും. കുറഞ്ഞ പോയിന്റ്സ് ആണെങ്കിൽ പോലും നമ്മളുടെ പ്രൊഫൈൽ ഇൻവിറ്റേഷനിലേക്ക് എത്താനായിട്ട് ഇത് സഹായിക്കും. ഡോക്യുമെൻറ്റ്സ് പ്രിപ്പറേഷൻ. ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം. 2026 പേ സ്ലിപ്പ് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് നമ്മളുടെ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സും എക്സ്പീരിയൻസ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. ഇൻവിറ്റേഷൻ കിട്ടിയാൽ ഓൺലൈൻ വിസ ലോഞ്ച് ചെയ്യണം. മെഡിക്കൽ, പോലീസ് ക്ലിയറൻസ് ഇതെല്ലാം ഈ ടൈമിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതും നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസ ഗ്രാൻഡ് ചെയ്ത് ലഭിക്കും. പ്രോസസ്സിംഗ് ടൈം ലൈൻ. ടോട്ടൽ പ്രോസസ്സിങ്ങിന് ഏകദേശം 1.5 മുതൽ 2 വർഷം വരെയൊക്കെ സമയമെടുക്കാം. അപ്പം നിങ്ങളുടെ പ്രൊഫൈൽ ഉയർന്ന സ്കോർ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറഞ്ഞ കാലയളവിൽ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ്. പലപ്പോഴും വിസ റിജക്റ്റ് ആവുന്ന ചെറിയ തെറ്റുകളൊക്കെ കാരണമാണ്. തെറ്റായ ആൻസ്കോ കോഡ് തിരഞ്ഞെടുക്കുകയും ഡോക്യുമെന്റേഷൻ വീക്കാകുകയും ചെയ്യരുത്. എക്സ്പേർട്ട് അഡ്വൈസ് മൈഗ്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നല്ലതാണ്. ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും വിസ റിജക്ഷന് കാരണമായേക്കാം. ജോബ് ആൻഡ് സെറ്റിൽമെന്റ് സപ്പോർട്ട്. നിങ്ങൾ ഓസ്ട്രേലിയ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷൻ റിലേറ്റഡ് ഒരു ജോബ് കണ്ടെത്താനും റെസ്യൂം പ്രിപ്പറേഷൻ,
ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ, ഇതിനെല്ലാം ജെംസ് അബ്രോഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വൈ ചൂസ് ജെംസ് അബ്രോഡ്? ജെംസ് അബ്രോഡ് നിങ്ങളുടെ PR ജേർണിയുടെ എൻറ്റയർ പ്രോസസ് കംപ്ലീറ്റ് ആകും വരെ സപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ട്രസ്റ്റഡ് എമിഗ്രേഷൻ കൺസൾട്ടന്റ് ആണ് ജെംസ് അബ്രോഡ്. നിങ്ങളുടെ പ്രൊഫൈൽ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒട്ടും ഡിലേ ആക്കാതെ സ്റ്റാർട്ട് യുവർ പ്രോസസ് ടുഡേ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ ഓസ്ട്രേലിയൻ PR updates. Thank you for watching. This is Sansha signing off. See you in next video.